പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 47. ഇന്നലെ ഞാൻ കോട്ടയത്ത് ഓഫീസിലായിരുന്നു. അവളുടെ ആ ചോദ്യത്തിൽ അവനൊന്ന് പതറിപ്പോയി എങ്കിലും എങ്ങനെയൊക്കെയോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞൊപ്പിച്ചു. സത്യമാണോ? അതെ. എന്നിട്ട് പിന്നെ എന്താ ഇന്നലെ എന്നെ ഒരു തവണ പോലും വിളിക്കാതിരുന്നത്? അല്ലെങ്കിലും കോട്ടയത്തേക്ക് പോയതിൽ പിന്നെ അങ്ങനെയാണ്. എല്ലാ ദിവസവും ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ട് വിളിക്കാനേ കഴിയില്ല. ശ്രീ പരിഭവത്തോടെയാണ് അത് ചോദിച്ചത്. കണ്ണൻ അപ്പോഴാണ് അല്പം ആശ്വാസം തോന്നിയത്. ഒരുപക്ഷെ ഇനി ശ്രീ തന്നെ മറ്റെവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞ് എന്തെങ്കിലും അറിഞ്ഞോ എന്നായിരുന്നു അവൻ്റെ മനസ്സിലുള്ള സംശയം. ഇന്നലെ കുറച്ച് വർക്ക് കൂടുതൽ എടുക്കേണ്ടി വന്നു. ഇന്നലെ കൊണ്ട് എല്ലാ ജോലിയും തീർത്ത് ഇന്നലെ തന്നെ ഇങ്ങോട്ട് പോരാമെന്നാണ് കരുതിയത്. ശ്രീ അതത്ര അങ്ങോട്ട് വിശ്വാസം വരാത്തതുപോലെ ഒന്ന് അമർത്തി മൂളി. തനിക്കെന്താ ഞാൻ വന്നിട്ട് അത്ര വലിയ സർപ്രൈസ് ആയതുപോലെ ഒന്നും ഇല്ലല്ലോ. ഞാനെന്തിനാണ് സർപ്രൈസ്ഡ് ആവുന്നത്? കണ്ണേട്ടൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്. നേരത്തെ മനസ്സിലായോ? അതെങ്ങനെ? കണ്ണൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് അമർത്തി. ഞാൻ എഴുന്നേറ്റപ്പോൾ ഈ മുറിക്ക് മുഴുവൻ കണ്ണേട്ടൻ്റെ മണമായിരുന്നു. പിന്നെ അലമാര തുറന്നപ്പോൾ മനസ്സിലായി വന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കുളിക്കാൻ പോയിട്ടുണ്ടെന്ന്. അത് പറഞ്ഞ് അവളൊന്ന് കുണുങ്ങി ചിരിച്ചു. കണ്ണനും അത് കണ്ട് ചിരി വന്നു. ഇന്നെന്താ ഈ ധാവണിയൊക്കെ എടുത്തു നിൽക്കുന്നത്? ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി. ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ല. കണ്ണേട്ടനോട് സംസാരിച്ച് നിന്ന് സമയം പോയി. അവൾ മുഖം ചുളിച്ചു. അതിനിപ്പോൾ എന്താ? വേഗം ഈ മുടിയൊക്കെ ഒതുക്കി കെട്ടിവെച്ചിട്ട് വാ, നമുക്കൊരുമിച്ച് പോകാം. കണ്ണൻ അവളെ വിട്ടുമാറി. ശ്രീ അവനെ ആശ്ചര്യത്തോടെ നോക്കി. ശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ വേഗം പോയി മുടിയൊക്കെ ഒതുക്കി കെട്ടിവെച്ച് സിന്ദൂരമൊക്കെ തൊട്ട് വേഗം ഇറങ്ങി വന്നു. കണ്ണനും ആ സമയം കൊണ്ട് ഡ്രസ്സെല്ലാം മാറി. അമ്മയോട് പറഞ്ഞ് രണ്ടുപേരും വേഗം അമ്പലത്തിലേക്ക് ഇറങ്ങി. ദേവു പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. കണ്ണൻ വന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ല. അമ്പലത്തിലേക്ക് പോയി രണ്ടുപേരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ നടത്തി. പ്രസാദമായി കിട്ടിയ ഇലച്ചീന്തിൽ നിന്നും ശ്രീ കണ്ണന് ചന്ദനം തൊട്ട് കൊടുത്തു. അവനും തിരികെ അവൾക്കും ചന്ദനം തൊട്ട് കൊടുത്തു. അവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിനു ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. 2 ദിവസം കഴിഞ്ഞ് നമുക്കൊരു സ്ഥലം വരെ പോകാം. തിരികെയുള്ള യാത്രയിൽ കണ്ണൻ അല്പം ഗൗരവത്തിൽ അവളോട് പറഞ്ഞു. എങ്ങോട്ടാണ് കണ്ണേട്ടാ? അതെന്തായാലും ഇപ്പോൾ പറയുന്നില്ല. 2 ദിവസമല്ല, ചിലപ്പോൾ 3-4 ദിവസം വേണ്ടി വരും. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത വെള്ളിയാഴ്ച പോവാം. അതാവുമ്പോൾ തിങ്കളാഴ്ചത്തെ ക്ലാസ് മാത്രം പോവുള്ളൂ. കണ്ണൻ വീണ്ടും ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും കാര്യം ചോദിച്ചാൽ അവൻ ഇനി പറയില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ശ്രീ പിന്നെ എന്തിനാണ് പോകുന്നത് എന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. തിരികെ പോകുന്ന വഴിക്ക് ശ്രീയുടെ വീട്ടിലും ഒന്ന് കയറി. അവിടെയെല്ലാം ആകെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷമാണ് രണ്ടുപേരും വീട്ടിലേക്ക് പോയത്. ഏട്ടനെപ്പോൾ വന്നു? കണ്ണനും ശ്രീയും തിരികെ വന്നതും സോഫയിൽ ഇരിക്കുകയായിരുന്ന ദേവു അവൻ്റെ അരികിലേക്ക് ചാടിത്തുള്ളി വന്നു. അവൻ്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ചു. ഞാൻ ഇന്നലെ രാത്രി വന്നതാണ്. കണ്ണൻ അവളുടെ കവിളിൽ പിടിച്ചൊന്ന് വലിച്ചു. പോയി കുളിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കൂ ദേവു. വീണ്ടും അവിടെ തന്നെ തൂങ്ങിത്തിരിഞ്ഞു നിൽക്കുന്ന ദേവൂട്ടിയോട് അമ്മ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. അവരെ നോക്കി കോക്കിരി കാണിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഇന്ന് നീ എന്നിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ടോ? ഉണ്ടല്ലോ, ഇന്ന് പോണം. കുറേ പെൻഡിങ് വർക്കുണ്ട്. ഞാൻ ആലോചിക്കുന്നത് പാർവതിയെ കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോയാലോ എന്നാണ്. അതാകുമ്പോൾ എനിക്കൊരു ഹെൽപ്പാകും. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തീർത്തും ഗൗരവമായി അവൻ പറഞ്ഞു. അമ്മയ്ക്ക് പിന്നെ അതിൽ എതിർപ്പൊന്നുമില്ലായിരുന്നു. ശ്രീ ആണെങ്കിൽ ഇതൊക്കെ എപ്പോൾ തീരുമാനിച്ചു എന്ന രീതിയിൽ അവനെ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ അത് വലിയ മൈൻഡ് കൊടുക്കാൻ പോയില്ല. തിരികെ മുറിയിലേക്ക് പോകുമ്പോൾ കണ്ണൻ ശ്രീയെയും കൂടെ കൂട്ടി. വേഗം ഈ ധാവണിയൊക്കെ മാറ്റി വല്ല കുർത്തയോ ജീൻസോ ഒക്കെ എടുത്തിട്. എന്നിട്ട് എൻ്റെ കൂടെ ഓഫീസിലേക്ക് വാ. മുറിയിലേക്ക് കയറുന്നതിനിടയിൽ കണ്ണൻ തികച്ചും ഗൗരവമായി അവളോട് പറഞ്ഞു. ഞാനോ കണ്ണേട്ടാ? ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. അവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ അറിയില്ല. ബോറടിക്കും. ശ്രീ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിലാകുമ്പോൾ അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേവൂട്ടിയോടും സംസാരിച്ചൊക്കെ ഇരുന്ന് സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് അവൾക്ക് ഇഷ്ടവും. പിന്നെ ഇടയ്ക്ക് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്പം വർക്കൊക്കെ ചെയ്യാനുണ്ടാകും. അതൊക്കെ കൂടെ ചെയ്തിരിക്കാനാണ് ആൾക്ക് താല്പര്യം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് എടുക്കുമ്പോൾ ഇതൊക്കെ അല്പം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കണ്ണൻ തീർത്തും ഗൗരവത്തിൽ പറഞ്ഞു. ഇനി അവനോട് എന്ത് പറഞ്ഞിട്ടും രക്ഷയില്ല എന്ന് തോന്നി അവൾ അവനെ നോക്കി മുഖം വെറുപ്പിച്ചുകൊണ്ട് ഉടുപ്പ് മാറാനായി കയറി. ഡ്രസ്സൊക്കെ മാറി വരുമ്പോഴും അവളുടെ വീർത്തിരിക്കുന്ന മുഖത്തേക്ക് കണ്ണൻ ചിരിയോടെ നോക്കി. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി പിന്നിട്ട് കെട്ടി നിൽക്കുന്നവളെ കണ്ണൻ പിന്നിൽ നിന്ന് പുണർന്നു. എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുവാ, അതല്ലേ? കണ്ണൻ അവളുടെ ചെവിയുടെ അരികിലായി വന്ന് സ്വകാര്യം പോലെ പറഞ്ഞു. ശ്രീ ചെവി ഒന്ന് വെട്ടിച്ചു. പോ. കുതറി മാറി നീങ്ങി.
അവളുടെ നാണത്തോടെയുള്ള ആ സംസാരം കണ്ണൻ ചിരിയോടെ നോക്കി. പോകാം നമുക്ക്. ശ്രീ തലയാട്ടി. രണ്ടുപേരും ചേർന്ന് ഓഫീസിലേക്ക് ഇറങ്ങി. അല്പം വൈകിയാണ് ഓഫീസിലേക്ക് എത്തിയത്. വരാൻ പറഞ്ഞ് മനു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. അച്ചുവും ഉണ്ടവിടെ. ഓഫീസിലേക്ക് കണ്ണൻ്റെ കൂടെ കയറി വരുന്ന പെൺകുട്ടിയെ കണ്ട് എല്ലാവരും അന്തം വിട്ടതുപോലെ നോക്കുന്നുണ്ട്. കാരണം കണ്ണൻ ഇതുവരെ നേരെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് പോലും ആരും കണ്ടിട്ടില്ല. മാത്രമല്ല കണ്ണൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് ഓഫീസിലാകെ മനുവിനും കിച്ചുവിനും മാത്രമാണ് അറിയുന്നത്. അങ്ങനെയുള്ളപ്പോൾ കണ്ണൻ ഇത് ഏത് പെൺകുട്ടിയെയാണ് ചേർത്ത് പിടിച്ചു കൊണ്ടുവരുന്നത് എന്ന ചിന്തയായിരുന്നു സ്റ്റാഫുകളുടെ എല്ലാവരുടെയും ഉള്ളിൽ. എല്ലാവരും കണ്ണനെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നത് ശ്രീ ചിരിയോടെ നോക്കി. അവളെ എല്ലാവരും അന്തം വിട്ടതുപോലെ നോക്കുന്നുണ്ട്. എങ്കിലും ശ്രീ എല്ലാവരെയും ചിരിച്ചുകൊണ്ടാണ് തിരികെ നോക്കിയത്. കണ്ണൻ്റെ കൂടെ ശ്രീ ഉണ്ട് എന്ന് കണ്ടതും മനുവും കിച്ചുവും വേഗം അവൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അവിടെ കണ്ണൻ്റെ അരികിലായി തന്നെ അവൻ്റെ കസേരയോട് ചേർത്ത് മറ്റൊരു ചെയർ കൂടി സെറ്റ് ചെയ്തു അതിൽ ശ്രീ ഇരിക്കുന്നുണ്ട്. ഇന്നെന്താണ് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യാൻ ഒരുമിച്ചാണോ ഇറങ്ങിയിരിക്കുന്നത്? മനു കളിയായി ചോദിച്ചു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ് മനുവേട്ടാ. കണ്ണേട്ടനാണെന്നെ നിർബന്ധിച്ച് ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത്. ശ്രീ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു എന്ന രീതിയിൽ അവനോട് പറഞ്ഞു. മനു രണ്ടുപേരെയും ഒന്ന് മാറി മാറി നോക്കി. കണ്ണനെ പിന്നെ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. അവൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവില്ല. വെറി സനഘ മനു. കുറച്ചു സമയം കഴിഞ്ഞതും കണ്ണൻ എന്തോ ആലോചിച്ചെന്നതുപോലെ മനുവിനോട് ചോദിച്ചു. കണ്ണൻ ഗൗരവത്തിൽ ചോദിച്ചതും മനു അവനെയും ഗൗരവത്തിൽ തന്നെ നോക്കി. ശ്രീ ഈ അനഘ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കണ്ണനെയും മനുവിനെയും മാറി മാറി നോക്കുന്നുണ്ട്. ഞാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു കണ്ണ. അനഘ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കുവാണ്. മെഡിക്കൽ ലീവാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എന്തിനാണെന്ന് അറിയില്ല. കണ്ണൻ അതിനൊന്ന് തലയാട്ടി. അനഘ എവിടെ പോയതായിരിക്കും എന്ന ചിന്തയായിരുന്നു കണ്ണൻ്റെ മനസ്സിൽ. മനു ആണെങ്കിൽ കണ്ണനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അനഘ ലീവ് എടുത്തിരിക്കുന്നതിൽ കണ്ണൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചിന്തയായിരുന്നു അവനിൽ അന്നേരം. അങ്ങനെ ഓരോന്നാലോചിച്ച് നിൽക്കുന്നതിനിടയിൽ ശ്രീ അവിടെ ഇരിക്കുന്ന കാര്യം രണ്ടുപേരും മറന്നുപോയിരുന്നു. അവളാണെങ്കിൽ കണ്ണനെയും മനുവിനെയും മാറി മാറി നോക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? കുറച്ചു സമയം കഴിഞ്ഞിട്ടും രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല എന്ന് കണ്ടതും ശ്രീ തന്നെ ചോദിച്ചു. അത് പിന്നെ ശ്രീകുട്ടി, അനഘ കണ്ണൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. മനു അവളോട് പുഞ്ചിരിയോടെ പറഞ്ഞു. ശ്രീ അതിന് തലയാട്ടി. പിന്നെ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയിലേക്ക് ഒരാളെ അപ്പോയിൻ്റ് ചെയ്യണം മനു. ശ്രീയോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്ന മനുവിനോട് കണ്ണൻ ഗൗരവത്തിൽ പറഞ്ഞു. കണ്ണൻ കാര്യമായി എന്തോ വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ തികച്ചും ഗൗരവത്തിലാണ് അവനത് പറഞ്ഞത്. കണ്ണൻ പെട്ടെന്നങ്ങനെ പറഞ്ഞതും മനു അവനെ അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന രീതിയിൽ നോക്കി. നിന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഇനി വേറൊരാൾ അപ്പോയിൻ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? അനഘ ഓൾറെഡി ഇവിടെ വർക്കിംഗ് അല്ലേ? അവൾ റിസൈൻ ചെയ്യാത്ത സ്ഥിതിക്ക് ഇനി എന്തിനാണ് പുതിയൊരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? മനു, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഷീ വിൽ കം ബാക്ക് ആൻഡ് റീജോയിൻ. സോ ഡു വാട്ട് ഐ സെഡ്. ഇമ്മീഡിയറ്റ്ലി അറേഞ്ച് ആൻ ഇൻ്റർവ്യൂ ഫോർ ദ വേക്കൻസി ഓഫ് മൈ പേഴ്സണൽ അസിസ്റ്റൻറ്റ്. കണ്ണൻ തീർത്തും ഗൗരവത്തിലായിരുന്നു അത് പറഞ്ഞത്. മനു പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ കടിച്ചു കീറാൻ വരുന്ന സ്വഭാവമാണ്. ഇനി ഓരോന്ന് ചോദിച്ച് വെറുതെ അവൻ്റെ മൂഡ് കളയണ്ട എന്ന് കരുതി അവൻ ഓക്കെ പറഞ്ഞ് ക്യാബിന് പുറത്തേക്കിറങ്ങി. കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അനഘ എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യം. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ശ്രീ അവനോട് കാര്യമായി ചോദിച്ചു. അവളെക്കുറിച്ചൊക്കെ ഞാനെന്തിനാ തന്നോട് പറയുന്നത്? കണ്ണൻ തിരികെ സ്വാഭാവികമായി ചോദിച്ചു. കണ്ണൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് വലിയ കാര്യമില്ലാത്ത രീതിയിൽ നോക്കി ശ്രീ. ശ്രീ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി വെറുതെ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾക്ക് ബോറടിക്കാൻ തുടങ്ങിയിരുന്നു. കണ്ണേട്ടാ, എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി തരുമോ? കുറച്ചു സമയം കഴിഞ്ഞതും സഹികെട്ട് അവൾ ചോദിച്ചു പോയി. വീട്ടിലേക്ക് നീ എന്തായാലും ഇപ്പോൾ പോകണ്ട. ടേക്ക് ദ ലാപ്ടോപ്പ് ഓവർ ദെയർ. അവൻ്റെ ക്യാബിനിൽ തന്നെ അരികിലായിട്ടിരിക്കുന്ന മേശയുടെ മുകളിലിരിക്കുന്ന ലാപ്ടോപ്പ് ചൂണ്ടി അവൻ പറഞ്ഞു. മടിയോടെയാണെങ്കിലും അവൾ പോയി അതെടുത്തുകൊണ്ട് വന്നു. ലുക്ക്, ഇതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ഇതിൽ ഡെവലപ്ഡ് അല്ല. സോ താനൊന്നിരുന്ന് ചെക്ക് ചെയ്ത് നോക്ക്. കണ്ണൻ ലാപ്ടോപ്പ് എടുത്തു കൊടുത്ത് ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവളോട് പറഞ്ഞു. ശ്രീ ആണെങ്കിൽ ഏത് നേരത്തേക്കാണ് വീട്ടിലേക്ക് പോകാമോ എന്ന് ചോദിച്ചത് എന്ന അവസ്ഥയിലായിപ്പോയി. വർക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നുവെങ്കിലും ചെയ്തു വന്നപ്പോൾ അവൾക്ക് അതിനോടൊരു താല്പര്യം തോന്നി. സംശയങ്ങൾ വരുന്നതെല്ലാം അവനോട് ചോദിച്ച് വളരെ നന്നായി തന്നെ അവൻ കൊടുത്ത ജോലിയെല്ലാം ചെയ്തു തീർത്തു. ഒരു പരിധിവരെ അവൾക്ക് കണ്ണനെ സഹായിക്കാനും പറ്റി. ഉച്ചയ്ക്ക് രണ്ടുപേരും ചേർന്നിരുന്ന് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ച ചോറാണ് കഴിച്ചത്. കൂടെ മനുവും കിച്ചുവും ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. നമുക്ക് പോകാം.
വൈകിട്ട് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ കണ്ണൻ ചോദിച്ചു. ശ്രീ അവനെ അത്ഭുതത്തോടെ നോക്കി. അത്യാവശ്യം നല്ല രീതിയിൽ ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും 4 മണിയായപ്പോൾ തന്നെ വീട്ടിൽ പോകാമെന്ന് പറയുന്നത് എന്താണെന്ന ചിന്തയായിരുന്നു അവളിൽ. എന്താ ഇപ്പോൾ പോകാമെന്ന് പറയുന്നത്? ആശ്ചര്യം അടക്കാനാവാതെ വന്നതും ശ്രീ ചോദിച്ചു പോയി. അതെന്താ ഇപ്പോൾ പോകണ്ടേ? വേണ്ടെങ്കിൽ പോകണ്ട, നമുക്ക് ജോലി ചെയ്യാം. അടച്ചു വെക്കാൻ ഒരുങ്ങിയ ലാപ്ടോപ്പ് അവൻ വീണ്ടും തുറന്നു. വേണ്ട വേണ്ട, ശ്രീ ഒച്ചയെടുത്തു. എങ്കിൽ വാ, നമ്മൾ വീട്ടിലേക്കല്ല വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അധികം ദൂരമില്ല, എങ്കിലും അത്യാവശ്യം കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. ഇറങ്ങുന്നതിനിടയിൽ കണ്ണൻ പറഞ്ഞു. ശ്രീ പിന്നെ എങ്ങോട്ടാണെന്ന് ചോദിച്ചില്ല. കാരണം അതവൻ പറയില്ല എന്നവൾക്ക് ഉറപ്പാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതിന് കുറച്ചു മുൻപ് പറയും. എന്താണെന്ന് ചോദിച്ചാൽ അത് മുഴുവനായി പറയുകയുമില്ല. അതവൻ്റെ ശീലമായതുകൊണ്ട് തന്നെ അവൾ അത് തിരിച്ചു ചോദിക്കാൻ പോയില്ല. ഓഫീസിലെ കാര്യങ്ങളെല്ലാം മനുവിനോട് പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് രണ്ടുപേരും അധികം വൈകാൻ നിൽക്കാതെ ഇറങ്ങി. യാത്രക്കിടയിൽ തന്നെ വണ്ടി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് ശ്രീക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ച് അവൾ അങ്ങോട്ടേക്കായിരിക്കില്ല എന്നും മറിച്ചു ചിന്തിച്ചു. കണ്ണൻ്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗിരിപുരത്തേക്ക് പോകാൻ അധികം ദൂരമില്ല. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ശ്രീക്ക് ധാരണയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവൾ അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ നിന്നില്ല. അങ്ങോട്ടുള്ള യാത്രക്കിടയിൽ രണ്ടുപേരും നിശബ്ദമായിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അധികം വൈകാതെ കണ്ണൻ കാറ് ശ്രീയുടെ തറവാട് വീടിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. തറവാടെന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പണി കഴിപ്പിച്ച ഒരൊറ്റനില വീടാണ്. എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചതാണ്. കണ്ണൻ അവിടെ ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട്. വീടിന് പെയിൻ്റ് അടിക്കുന്നതിനും പറമ്പും വീടുമെല്ലാം ക്ലീൻ ചെയ്യുന്നതിനും മറ്റുമായി. വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാറ് നിർത്തിയിട്ടും ശ്രീ ഇറങ്ങാതെ അതിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല ദിവസങ്ങളുണ്ടായിരുന്ന ഒരിടമാണ് ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളത്. ജീവിതത്തിലെ ഇടയ്ക്കുണ്ടായ ദുഃഖത്തിൻ്റെ മുൻപുണ്ടായിരുന്ന സന്തോഷകരമായ കാലം. അച്ഛൻ. അവളുടെ ഉള്ളിൽ അച്ഛൻ്റെ മുഖമാണ് അന്നേരം തെളിഞ്ഞു വന്നത്. ഇറങ്ങുന്നില്ലേ? കുറച്ചു സമയമായിട്ടും അവളിൽ നിന്ന് അനക്കമൊന്നുമില്ലാതെയായതും കണ്ണൻ പതിയെയുള്ള ശബ്ദത്തിൽ ചോദിച്ചു. അവൾ അതിന് തിരിച്ചൊന്നും പറഞ്ഞില്ല. കണ്ണനെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ണൻ കണ്ടുവെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല. പതിയെ ഡോറ് തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി. സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഓർമ്മകളുള്ള വീടാണിത്. അതിൽ അവസാനമുള്ളതാണ് കൈപ്പേറിയ ആ ദിവസം. ശ്രീ ചുറ്റുമൊന്ന് നോക്കി. വീടിന് ചുറ്റും നിറയെ മരങ്ങളാണ്. എല്ലാം അച്ഛൻ്റെ പണിയാണ്. ചെടി, മരങ്ങൾ, കൃഷി, ഇതൊക്കെയായിരുന്നു അച്ഛന് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങൾ. എവിടെ ഓട്ടം പോയി കഴിഞ്ഞു വന്നാലും അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെടിയോ വിത്തോ ഉണ്ടാവും. പിന്നീടുള്ള ദിവസങ്ങളിൽ അത് നടുന്നതും അത് നനയ്ക്കുന്നതും അതിന് വളമിടുന്നതുമൊക്കെയായിരിക്കും അച്ഛൻ്റെ ജോലി. അവിടെ തന്നെ ഒത്തിരി മരങ്ങൾ അച്ഛൻ നട്ടുവളർത്തിയതാണെന്നൊക്കെ അച്ഛൻ തന്നെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീടിന് ചുറ്റും മരമായതുകൊണ്ട് തന്നെ പറമ്പൊക്കെ കാണാൻ നല്ല ചേലായിട്ടുണ്ട്. നിറയെ ചവറും ഇലകളും ഉണക്കക്കൊമ്പുകളും ഒക്കെ വീണ് ആകെ നാശമായി കിടക്കുകയാണ്. കുറച്ചു പേര് നിന്ന് അതെല്ലാം ഒതുക്കിയെടുക്കുന്നുണ്ട്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചതിന് ശേഷമാണ് അവളുടെ നോട്ടം വീട്ടിലേക്ക് ചെന്നത്. താൻ അവസാനമായി കാണുമ്പോൾ ഉള്ളതുപോലെ തന്നെ, മറ്റൊരു വ്യത്യാസവുമില്ല. പെയിൻറ്റിൻ്റെ നിറമെല്ലാം കുറച്ച് മങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. വീടിൻ്റെ മുന്നിലായി വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെറിയ രൂപം, അതിൽ ചാർത്തിയിരിക്കുന്ന തുളസിമാല, അതൊക്കെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. എങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അവൾ ഓർത്തു, അവസാനമായി വീട് കാണുന്നത് കല്യാണത്തിൻ്റെ അന്നാണ്. അതിനുശേഷം ഒരു ദിവസം വിരുന്നിന് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നീടുള്ള 6 മാസം നരകമായ ജീവിതത്തിനിടയിൽ ഒന്ന് വീട്ടിലേക്ക് വരാനോ സ്വന്തം അമ്മയെ കാണാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് അമ്മ തന്നെ കാണാൻ അങ്ങോട്ട് വരും. എങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന കാര്യം അമ്മയെ അറിയിച്ചില്ല. അറിയിക്കാൻ തോന്നിയില്ല എന്ന് പറയുന്നതാവും ശരി. അവൾ മുന്നിലേക്കൊന്ന് നടന്നു. പക്ഷേ അതിലും വേഗത്തിൽ അവൾ തിരിഞ്ഞു നടന്ന് കണ്ണൻ്റെ അടുത്തെത്തി. അവൻ അവളെ തന്നെ നോക്കി കാറിൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഖത്ത് പുഞ്ചിരിയാണ്. അതവൾക്ക് മാത്രം കാണാനാവുന്നതായിരുന്നു. മറ്റൊന്നും സംസാരിച്ചില്ല. വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ അവൾക്ക് അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവനോട് പ്രകടിപ്പിക്കാനാവണം എന്നില്ല. അവൾ അവൻ്റെ കൈ പിടിച്ചു. അവനുമായി മുന്നിലേക്ക് നടന്നു. പടിയിലെത്തിയപ്പോൾ വലതുകാല് വെച്ച് തന്നെയാണ് രണ്ടുപേരും അകത്തേക്ക് കയറിയത്. കണ്ണൻ തന്നെ അവളുടെ നേർക്ക് വീടിൻ്റെ താക്കോല് നീട്ടി. അവൾ വാങ്ങി വീട് തുറന്നു. കണ്ണനും വീടിൻ്റെ ഉൾവശമൊന്നും കണ്ടിട്ടില്ല. പുറത്തുനിന്ന് കണ്ടതേയുള്ളൂ. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മാറാലയൊക്കെ പിടിച്ച് ആകെ നാശമായി കിടക്കുകയാണ്. വീടിൻ്റെ ഉള്ളിൽ അധികം സാധനങ്ങളൊന്നുമില്ല.
ഉണ്ടായിരുന്നതിൽ കുറച്ചെല്ലാം അമ്മയുടെ തറവാട്ടിലേക്ക് മാറിയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. ശ്രീ ആദ്യമായി കാണുന്നത് പോലെ അവിടം ആകെ കണ്ണോടിച്ചു നോക്കുകയാണ്, ആകാംക്ഷയോടെ. കണ്ണൻ അവളെ തന്നെ നോക്കി നിന്നു. ആദ്യമായി കാണുന്ന കുട്ടിയെപ്പോലെ അവൾ വീടിൻ്റെ ഓരോ മുക്കും മൂലയും വിശദമായി നോക്കുകയാണ്. അവളിൽ സന്തോഷവും ദുഃഖവും ഒരുപോലെ വന്ന് നിറയുന്നത് കണ്ണൻ അറിയാമായിരുന്നു. തുടരും. സോ ഗൈസ്, നമ്മുടെ സ്റ്റോറി അതിൻ്റെ ക്ലൈമാക്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ദാറ്റ് ഓൾമോസ്റ്റ് ഇനി ഒരു 5 to 6 പാർട്സ് മാത്രമേ നമ്മുടെ സ്റ്റോറി ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്നത് ദ മച്ച് അവൈറ്റഡ് റൊമാൻറ്റിക് പാർട്സൊക്കെ ഇനി വേഗം വേഗം വരും. ആൻഡ് ഓൾസോ വൺ തിങ് ഐ ഹാവ് ടു സേ ടു യു ഗൈസ് ഈസ് ദാറ്റ് യു ആർ വാച്ചിങ് ആൻഡ് ഹിയറിംഗ് മൈ സ്റ്റോറീസ് വിതൗട്ട് സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. സോ ഡു സബ്സ്ക്രൈബ് ഗൈസ്. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ആൻഡ് ഓൾസോ ബൈ ബൈ. ഇനി അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ടാറ്റാ.